അയ്യോ, നമ്മുടെ കല്യാണത്തിന് പോകുന്നതിന് മുന്നേ നമ്മൾ വന്നതാ കോസ്കോയില്. അതിനുശേഷം അതെ, ഇൻസ്റ്റഗ്രാം റീൽസിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കുള്ള ബില്ല് വരുമ്പോഴാണ് നമ്മുടെ കണ്ണ് തള്ളാൻ പോകുന്നത്. ഈ ഷോപ്പിംഗ് ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്താ വീട്ടിലെത്തിയിട്ട് കാണിക്കണോ? ഓ ഐ സി. എല്ലാം ചെയ്തതിന്റെ ക്ഷീണത്തിൽ ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് കോസ്കോയിൽ ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ വീഡിയോയ്ക്ക് കുറേ പേര് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇതേപോലത്തെ വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്നതിൻ്റെ വീഡിയോ നിങ്ങളടുത്തും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഡേറ്റ് കേട്ടോ. ഞങ്ങളെല്ലാം DIY ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫുൾ ടൈം പുറത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറച്ചൊക്കെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ഡേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പാറ്റയുടെ എൻട്രൻസ് ഡേറ്റ് പോലെ. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഇനി കാറി കയറിയിട്ട് കാണാം ഗൈസ്. നമ്മൾ കോസ്കോയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ജസ്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ചൊരു ഒരു ക്ലൗഡി ഡേ ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇങ്ങനെയാണ്. ചില സമയങ്ങളിൽ ഭയങ്കര വെയിലും, ചില സമയത്ത് കുറച്ച് ക്ലൗഡി, ചിലപ്പോൾ മഞ്ഞ് മാത്രം ഇതുവരെ വന്നിട്ടില്ല. അത് ഏകദേശം ഒരു ഡിസംബർ ടൈമിലായിരിക്കണം. ചില പ്രോവിൻസിലൊക്കെ ഓൾറെഡി സ്നോ ആയി തുടങ്ങി, സ്നോഫോളൊക്കെ തുടങ്ങി. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങും. ഇപ്പോൾ 1 മണിയായി. കുറച്ച് സാധനങ്ങൾ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി എനിക്ക് ഓർമ്മ വന്ന സാധനങ്ങളെല്ലാം ഞാൻ വാട്സപ്പ് ചെയ്തു കിരണിന്. അല്ലെങ്കിൽ നമ്മളിനി എന്തെങ്കിലും വിട്ടുപോയാലോ. സോ ഓർത്ത സാധനങ്ങളെല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ലിസ്റ്റ് നോക്കി നമ്മളിന്ന് സാധനങ്ങളെല്ലാം റീസ്റ്റോക്ക് ചെയ്യണം. അങ്ങനെയൊക്കെയാണ്. ഞങ്ങളിവിടുത്തെ റോഡൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ട് ഇവിടുത്തെ, ഞാൻ പറഞ്ഞില്ലേ വെതർ ഇന്ന് കുറച്ച് ക്ലൗഡി ആണ്. മൊത്തം ഇങ്ങനെ കാർമേഘം മൂടി നിൽക്കുക. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട് റോഡ് കൺസ്ട്രക്ഷൻ പുറകിലായിരുന്നു. പിന്നെന്താ ഇവിടെ എന്തോ ഫുഡ് ബാങ്ക് ആണെന്ന് തോന്നുന്നു. ആണോ അറിയില്ല. ക്യൂ ഉണ്ട് ഇവിടെ മൊത്തം ആൾക്കാരാണ്. എന്നാ തിരക്കായിരുന്നു അവിടെ. ഇതാണ് നമ്മുടെ സ്ഥിരം പോകുന്ന ജാക്സൺ സ്ക്വയർ മോൾ. ഇതാണ് ഡൗൺ ടൗൺ. നമ്മള് ഡൗൺ ടൗണിലാണ് കേട്ടോ, ഹാമിൽട്ടൺ. ഹായ്, ഇതൊരു പീസ്ഫുൾ സ്ഥലമല്ല. നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു. ഡൗൺ ടൗൺ ആണോന്ന് ചോദിച്ചാൽ ഡൗൺ ടൗൺ ആണ് താനും. തിരക്കുണ്ടോന്ന് ചോദിച്ചാൽ തിരക്കില്ല താനും. ഭയങ്കര ഒരു നല്ല സ്ഥലമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുന്ന് മാറേണ്ടി വന്നാൽ ഞങ്ങൾ ഹാമിൽട്ടൺ മിസ് ചെയ്യും അല്ലേ? അല്ല, ഇനി ഫ്യൂച്ചറിൽ മാറേണ്ടി വന്നാലും ഓഫ് കോഴ്സ് നമ്മൾ മിസ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഹാമിൽട്ടൺ. അങ്ങനെ നമ്മൾ കോസ്കോ എത്തി. ജസ്റ്റ് കാറ് പാർക്ക് ചെയ്ത് നടക്കുന്നതേ ഉള്ളൂ. കാണിച്ചു തരാം കോസ്കോ. നല്ല തിരക്കുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് നമ്മളെ പാർക്കിങ്ങിന് പോലും സ്ഥലം കിട്ടിയില്ല. ഒരു വിധത്തിൽ നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ സൗണ്ട് അടിച്ച അവസാനം നമുക്കൊരു സ്ഥലം കയറ്റിയിട്ടു. മൊത്തം വണ്ടികളാണ്. വണ്ടി എടുക്കാനോ ട്രോളി എടുക്കുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത്. എയർപോർട്ടോ? എന്തിനാ ഇനി എയർപോർട്ട്? ഓൾറെഡി ഒരെണ്ണം ഉണ്ടല്ലോ. നമ്മൾ നാളെ എൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും വീട്ടിൽ പോകുന്നുണ്ടേ. അപ്പോൾ അവിടെയുള്ള കുഞ്ഞു പീക്കിരികൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക ഇവിടെ. അല്ലെങ്കിൽ നമ്മൾ വേറെ ടോയ്സ്റ്റേഴ്സിൽ പോകും. അല്ലെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം കൂടെ ഉണ്ട്. പിയാനോയുടെ സൗണ്ട് കേട്ടോ. പിയാനോ നല്ല സൗണ്ട് കേൾക്കും. വലിയ ട്രീ ഒക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ക്രിസ്മസിൻ്റെ ഐറ്റംസാണ്. ഇവിടെ എല്ലാം ഗ്ലൗസൊക്കെ. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കയ്യിലെല്ലാം ഉണ്ട് സ്റ്റോക്ക്. അപ്പോൾ നമ്മളിതൊന്നും വാങ്ങിക്കുന്നില്ല. ക്രിസ്മസിൻ്റെ എന്തെങ്കിലും എടുക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കുക. ഈ ലൈറ്റ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ലൈറ്റ്സ് ഉണ്ട്. എന്തൊക്കെയോ ഇവിടുത്തെ കുറേ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ, സ്റ്റോക്ക്. ഹായ്, പുൽക്കൂടിനുള്ള എല്ലാം ഇവിടെ ഉണ്ട്. ഈ സൗണ്ട് കേൾക്കുന്നു.
മനസ്സ് കവരാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ക്രിസ്മസ് ഐറ്റം കിട്ടിയിട്ടുണ്ട്. കാണിച്ചാട്ടെ, ഭയങ്കര ഇഷ്ടമായത്. ഞങ്ങളിതെടുത്തു ഗൈസ്. ഓ എന്നാ ഭംഗിയാന്ന് നോക്കിയത് കണ്ടോ. ഇതെങ്ങനെ എടുക്കാണ്ടിരിക്കും ഗൈസ്. എടാ ഇത് കൊള്ളാടാ, നല്ല രസമുണ്ട്. ഇത് പക്ഷെ ഗിഫ്റ്റ് ടാഗ്സ് എന്നാ പറയുന്നത്. അപ്പൊ ഇത് സ്റ്റിക്കേഴ്സ് ഒന്നുമല്ല, നമ്മൾ കൊടുക്കുമ്പോ അതിൻ്റെ കൂടെ കെട്ടി കൊടുക്കണം. മനസ്സിലായി. അതിനൊരു ഇത് എടുക്കണം. 20 ഷീറ്റ് ഉണ്ട്. എത്രയാ? എനിക്ക് ആപ്പിൾ എടുക്കണമെന്നുണ്ട്, പക്ഷെ വേണോ വേണ്ടിയെന്നൊരു കൺഫ്യൂഷൻ. ഇതെന്താ പേരാണ്, ജിഞ്ചറാണ് ആക്ച്വലി ഇപ്പോൾ വേണ്ട. ഇത് നമ്മുടെ ബെൽ പെപ്പറാണ്, മിനി പെപ്പേഴ്സ് കേട്ടോ. മിനി പെപ്പേഴ്സ് എന്തായാലും ഒരു പാക്കറ്റ് വേണം. വേണ്ടതാണോ? നമുക്കില്ലല്ലോ, ബെൽ പെപ്പർ ആയിട്ടില്ലല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല, എടുക്കാം. നമ്മൾ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടേ, ഗിഫ്റ്റ് ക്രിസ്മസ് വരുമല്ലേ, അപ്പം റാപ്പ് ചെയ്യാൻ ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു. നമ്മളിപ്പോൾ ഇതെടുക്കാന്ന് വിചാരിച്ചു. ഇതിന് എത്രയാ? $12. ഇതിന് ഒത്തിരി വെയിറ്റ് ഉണ്ട് കേട്ടോ. അമ്മേ, ഇത് വെച്ചൊരു അടി കിട്ടിയാൽ നല്ല രസമായിരിക്കും. അയ്യോ, ഇതൊരു വീഡിയോ റെക്കോർഡായില്ല. അപ്പം ഞാൻ ഇത്ര നേരം എന്ത് ചെയ്യായിരുന്നു? ഞാൻ ഈ ക്രിസ്മസ് ഗിഫ്റ്റ്സ് കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇതിലേതെങ്കിലും നമ്മൾ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണേ. ഇതുണ്ടോ, എല്ലാത്തിലും ചോക്ലേറ്റ്സ് വരും ഫുൾ സെറ്റായിട്ട്. അപ്പോൾ വേറെ എന്തൊക്കെയാണ് വാങ്ങിക്കാൻ കൺഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ഒരെണ്ണം അങ്ങ് എടുത്താൽ മതി. എനിക്ക് ഇതും ഇഷ്ടമാണ് ആക്ച്വലി. ഇതിലുണ്ടോ കാലണ്ടറൊക്കെ വരുന്നുണ്ട്. ഇതിലുണ്ടോ വണ്ടി തള്ളിക്കൊണ്ട് പോകുന്ന പോലത്തെ രീതിയിൽ വണ്ടി വരുന്നോണ്ടുള്ള റേറ്റിംഗ് ഉണ്ടോ? $100. വേണ്ട ഗൈസ്, നമുക്കത് വേണ്ട. ഇത് കൊള്ളാം. ഇതിന് $70. ഇത് പോപ്കോൺ കേണൽ സെറ്റാണ്. ഇതുണ്ടോ, കൂടുതലും ഗിഫ്റ്റ് കൊടുക്കാനായിരിക്കും ഇങ്ങനത്തെയൊക്കെ വാങ്ങിക്കുന്നല്ലേ ഈ സെറ്റൊക്കെ. ഇത് കണ്ടോ, ഇത് ആ സെയിം കോമ്പോന്റെ തന്നെ ഉള്ളി ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റിന്റെ സാധനങ്ങള്. ഓ ബോംസ്. അപ്പം ആ ഇതാ ഉണ്ടകളോ, ഡ്രിങ്ക്സിനൊക്കെ ആയിരിക്കും അല്ലേ, ചോക്ലേറ്റ് ബോംസാ. ഇതെല്ലാം ഹാമ്പർ പോലെ കൊടുക്കുന്നത് പാസ്തയുടെ. നമുക്കിനി കുറേ സാധനങ്ങൾ എടുക്കാനുള്ളത് വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെന്താ മീറ്റ് ഉണ്ട് അല്ലേ, ചിക്കൻ എടുക്കണം. ഫില്ലറ്റ് എടുക്കാന്ന് വിചാരിച്ചു. ഇതെടുക്കട്ടെ, 1 കിലോ ഇല്ല, 0.674 ഉള്ളൂ, കുഴപ്പമില്ല, ഇതെടുക്കാം. അവിടെ എന്തോ കൊടുക്കുന്നുണ്ട്. കോസ്റ്റ്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയുള്ള പുതിയ സംഭവങ്ങൾ, പുതിയ വരുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ഇതുപോലെ ഞാനിവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ എന്താ. ചിക്കൻ വിങ്സ്. താങ്ക് യു. ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ചിക്കൻ വിങ്സ് ആയിരുന്നു. സോ ഗുഡ്. പിന്നലേക്കും ഗുഡ് എന്നൊക്കെ പറഞ്ഞ് ഇടാന്ന് തോന്നുന്നു. ഇത്ര യമ്മി ആയിരുന്നുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് അടങ്ങി എടുത്തു. നമ്മൾ ഡോൺ എടുത്തു, നമ്മുടെ സ്വന്തം ഡോൺ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിഷ് വാഷ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ റീഫിലിൻ്റെ സംഭവം ഉണ്ട്, പക്ഷേ ഇവിടെ ഫുൾ സെറ്റായിട്ടേ കിട്ടത്തുള്ളൂ, ഒരെണ്ണം മാത്രമായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇതൊരു ഫുൾ സെറ്റ് എടുത്തു. നമുക്കിങ്ങനെ സാമ്പിളായിട്ട് ഓരോന്ന് തരിക. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ മുമ്പേ ഞാൻ ചിക്കൻ ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയല്ലേ എടുക്കുക. ഒരു വികാരമില്ലാത്ത സാധനം. ഞാൻ ഇവിടുന്ന് സാമ്പിള് കുടിച്ച് വേറെ ഉറക്കണം. അതുകൊണ്ട് ഒരു ഡ്രിങ്ക് കിട്ടി കേട്ടോ, ക്രാൻബെറിയുടെ ഡ്രിങ്കാണ്. കുഴപ്പമില്ല, നല്ലതാണെങ്കിൽ ഞാൻ എടുത്തേക്കാം, പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഞാനും കുടിച്ച് കേട്ടേക്കണ്ട ആയിരിക്കുന്നുണ്ട്. ഗൈസ് കമോൺ, നമുക്ക് അടുത്ത സാധനം എടുക്കാൻ പോവാം. ഗൈസ്, ഞാൻ വേറൊരു സംഭവം കാണിച്ചാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ.
ഇതുവരെ കണ്ടിട്ടില്ല, അങ്ങനെ ശ്രദ്ധിച്ചിട്ടുമില്ല. ഇപ്പൊ ഈ ഇടയ്ക്കാന്ന് തോന്നുന്നല്ലേ വന്നു തുടങ്ങിയത്. ബിയർ വന്നു, $44 ആക്ച്വലി ലാഭം കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ബിയർ കാണുന്നേ. കൊറോണയുണ്ട്, കൊറോണ എക്സ്ട്രാ, കൂസ് ലൈറ്റ് ഉണ്ട്. ഓ എനിക്ക് ഒരു ബഡ് ലൈറ്റിനൊക്കെ 62. ഗൈസ് നമ്മൾ പൈനാപ്പിൾ കണ്ടു. പൈനാപ്പിൾ ഞാൻ ഇൻസ്റ്റഗ്രാം റീൽസിൽ നിന്ന് കണ്ടൊരു ട്രിക്കാണ് കേട്ടോ. നമ്മളിതിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ, ഈ ലീഫ് ഇങ്ങനെ വലിക്കുമ്പോൾ ഫ്ലക്ക് ചെയ്യുമ്പോൾ അത് ഇളകി വരുവാണെങ്കിൽ അത് നല്ലതാണെന്നാണ് അർത്ഥം. എന്നുവെച്ചാൽ നല്ല പഴുത്ത് നല്ല ക്വാളിറ്റി ഐറ്റമായിരിക്കും. ഇളകി വരുന്നില്ല, ഇതേപോലെ സ്റ്റബ്ബേണായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് അത്ര പോരാന്നാണ് അതിൻ്റെ മീനിങ്. അത് കറക്റ്റാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് ടൈമൊക്കെ ഈ രീതിയിലാണ് പരീക്ഷ നടത്തിയത്. പക്ഷേ അത് സക്സസ്ഫുൾ ആയിരുന്നു, പറഞ്ഞ ഇളകി വന്നു. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. ഈ പൈനാപ്പിൾ ഗൈസ് നമുക്ക് 2 പൈനാപ്പിൾ കിട്ടിയിരിക്കുക. ഇവിടെയൊക്കെ ഷ്രിമ്പ് കേട്ടോ, പല തരത്തിലുള്ള ഷ്രിമ്പ്. ഫീൽഡ് ഉണ്ട്, അല്ലാത്തതും എല്ലാം കിട്ടും. കുക്ക്ഡ് കേട്ടോ. ഇത് കണ്ടോ, സാൽമൺ ഫ്രോസൺ ആണേ. ഇത് എത്ര ഫില്ലറ്റ്സ് വരുന്നുണ്ട്? 5 to 6 പോർഷൻസ് ആണ് കേട്ടോ. 5 to 6 പോർഷൻസ് $74. ഇത് 5 to 6 ഉണ്ടോ നോക്കി പോർഷൻസ്. ഇതും അതെ, നമുക്ക് മുറിച്ച് വരുമ്പോഴും അത്രയൊക്കെ തന്നെയല്ലേ വരത്തുള്ളൂ. ഇത് 6 ഫില്ലറ്റ്സ്. ഞാൻ ഇതെടുക്കുക കേട്ടോ, മൊറേസ് സാൽമൺ. അയ്യോ, പിങ്ക് സാൽമണാ ഉണ്ടാകും എന്ന് പറയുന്ന. മൈക്രോവേവ് ചെയ്താൽ മതിയായിരിക്കും. കിരണ്ണി എഗ് വൈറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എവിടെയാ ടിമില പോകുമ്പോഴല്ലേ? സ്റ്റാർബക്സ് ആണല്ലേ. നമ്മൾ സ്റ്റാർബക്സിൽ പോകുമ്പോൾ കിരൺ എപ്പോഴും എടുക്കുന്നൊരു സാധനം ഇത്. ഗൈസ് നമ്മൾ എത്രയൊക്കെ ഡയറ്റാന്ന് പറഞ്ഞാൽ ലേസ് കാണുമ്പോൾ ചെറിയൊരു ആക്രാന്തം അല്ലേടാ. എന്താ തിരിഞ്ഞു പോകുന്നത്? ഞങ്ങളെ ഡയറ്റൊക്കെ ആണെങ്കിലും വീക്കെൻഡൊക്കെ ആകുമ്പോൾ നമുക്ക് ലേസ് കഴിക്കാൻ ഭയങ്കര ഒരു കൺട്രോൾ ഇല്ലായ്മയാണ്. ഇവിടുത്തെ ലേസ് എന്ന് വെച്ചാൽ $6 $6 ഒരു വലിയ സാധനം കിട്ടണുണ്ടോ, ഇത്രയുണ്ട് വലിപ്പം. അപ്പം നമുക്ക് ഈ ഒരു ഏരിയ കൂടെ പോകുമ്പോൾ ലേസ് എടുക്കാൻ ഭയങ്കര ടെംപ്റ്റേഷനാണ്. സാറിൻ്റെ അടുത്തേക്കാന്ന് കഴിച്ചു വീക്കെൻഡെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ ഒരു ക്രേവിങ് വരുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് തീർക്കൊന്നുമില്ല കേട്ടോ, കുറേ നാൾ എടുത്തേ തീർക്കുള്ളൂ. പക്ഷെ എന്നാലും എടുത്ത് വെച്ചേക്കാം, കുറേ നാളുകൂടെ അല്ലേ വന്നത്. നമുക്ക് ഇനി എടുക്കാനുള്ള വെജീസാണ്, ഫ്രോസൺ വെജിറ്റബിൾസ്. സോ ഇതാണ് നമ്മൾ കോസ്റ്റോയിൽ വരുമ്പോൾ എപ്പോഴും എടുക്കുന്ന വെജീസ്. കുറേ നാൾ നിൽക്കും. ഗാർബേജ് ബാഗ് എടുക്കാൻ വന്നായിരുന്നു. ചെറുതെടുക്കണോ വല്ലതും എടുക്കണോ എന്നിങ്ങനെ ആലോചിക്കുക. നമ്മൾ ഈ ഗാർബേജ് ബാഗും കൂടെ എറിഞ്ഞെടുക്കാം. ഇതിൽ ഇളകി വരാൻ ഇത്ര പാട്. കമോൺ. ഈ ഒരു ഏരിയ മൊത്തം പുതിയതുപോലെ ഉണ്ട്. ഇതുണ്ടോ, ഇവിടെ വൈൻ, ഷാംപെയിൻ, ഇതുണ്ടോ ഷാംപെയിൻ, അങ്ങനെയൊക്കെ ഒരു ഏരിയ. വീണ്ടും ബിയർ, മോൾസൺ, ബഡ്വൈസർ. ഇത് കൊള്ളാലോ. എല്ലാം ഭയങ്കര വലുതാണ്, ക്വാണ്ടിറ്റി ഭയങ്കരമാണ്. ഇതവിടെ കൊണ്ട് വെക്കാൻ നമ്മൾ ഇത്ര ഒന്നും കുടിക്കില്ല, ഈ ഒരു സെറ്റായിട്ടുള്ളതൊന്നുമേ. പിന്നെ ഇങ്ങനത്തെയൊക്കെയാ എടുക്കണ്ടല്ലോ. കിച്ചൺ യൂട്ടിലിറ്റീസ് കുറേ ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇതൊന്നും നോക്കുന്നില്ല. നമുക്ക് മൈക്രോവേവബിൾ എന്നാ മറ്റേ കണ്ടെയ്നേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ഗൈസ് നമ്മുടെ ട്രോളി ഏകദേശം നിറയാറായി. ഈ ഏരിയയിലല്ല ഈ സോസ് ഐറ്റംസ് കേട്ടോ, ടൊമാറ്റോ സോസ് അങ്ങനത്തെ സാധനം. നമ്മുടെ അരി ഇവിടെ കിട്ടുമല്ലോ. എടാ ഇവിടെ ഉണ്ടോ അരി? നമ്മൾ റൈസ് നോക്കി വന്നതാ. അപ്പം ഇത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. പൂക്കൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പൂവൊക്കെ ഉണ്ട് ഇവിടെ. വേറെ എന്തെങ്കിലും വേണോ മുട്ടേ? പിന്നെ
ആ സോഫ്റ്റ് ആണോ നോക്കി? ഓക്കെ ഇത്രേ ഉള്ളൂ, വേണ്ട? അയ്യോടാ ഇതേടാ പിച്ചു നോക്കടാ, സോഫ്റ്റ്. ആ ഇവിടെ നിന്ന് ഇനി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും, നമുക്ക് പോകുന്നതായിരിക്കും നല്ലത്. പോകും അങ്ങനെ ഒരു ലോഡ് സാധനങ്ങൾ വാങ്ങിച്ച് നമ്മുടെ ഷോപ്പിംഗ് തീർന്നിരിക്കുകയാണ് ഗൈസ്, തീർന്നിരിക്കുകയാണ്. നമ്മളൊരു കാർട്ട് നിറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം ബില്ല് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ ലൈനിലാണ്. ഇന്നത്തെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ബു? ബില്ല് വരുമ്പോൾ അറിയും. നമ്മൾ കൂട്ടിയപ്പോൾ ഏകദേശം എത്ര കാണിച്ചു? നല്ലൊരു എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ശരിക്കുള്ള ബില്ല് വരുമ്പോഴാണ് നമ്മുടെ കണ്ണ് തള്ളാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ചാണാവാറ് ഏകദേശം ഇവിടെ മൊത്തം തിരക്കാണ് ഗൈസ്, നല്ല തിരക്കുണ്ട്. ഇത് സൺഡേയും കൂടി ആയതുകൊണ്ട് അയ്യോ താങ്ക് യു. നമ്മൾ ഇറങ്ങാൻ പോവാണ് ഗൈസ്. കുറേ നാൾ കൂടി ആട്ടോ നമ്മൾ കോസ്കോയിൽ വരുന്നത്. ഒരു ഫ്യൂ മന്ത്സ് ആയി ആക്ച്വലി കോസ്കോയിൽ വന്നിട്ട്. നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ടോ കോസ്കോയിൽ? ഇല്ലല്ലേ? അയ്യോ, നമ്മുടെ കല്യാണത്തിന് പോകുന്നതിന് മുന്നേ നമ്മൾ വന്നതാ കോസ്കോയിൽ. അതിനുശേഷം അതെ, ഇവിടെ വന്നു പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ പൈസ പൊട്ടാറുണ്ട്, അതുകൊണ്ട് ഇവിടെ വരാറില്ലായിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കോസ്കോയിൽ വന്നപ്പോൾ എന്തോ കുറേ നാൾ മിസ് ചെയ്തൊരു സ്ഥലം പോലെയൊക്കെ തോന്നി. ടാറ്റ കോസ്കോ നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ചുകൂടെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. വാങ്ങിച്ചിട്ട് ആണ് ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോകുന്നത്. വിശക്കുന്നൊന്നുമില്ല, കാരണം നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്നും കഴിച്ചു, കോസ്കോയിൽ നിന്നും സാമ്പിൾ കുറേ കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് ടമ്മീസ് ഫുൾ. നമ്മുടെ കാറിൻ്റെ അവിടെ എന്താ സ്വന്തമായിട്ട് പറയാം, എന്ത് ഭംഗിയല്ലേ നമ്മുടെ വണ്ടി കാണാൻ. കാറിലോട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ കേട്ടോ. നമ്മൾ വൺ ബൈ വൺ ഓരോ സാധനങ്ങൾ കവറിലാക്കി ഇപ്പോഴേ വയ്ക്കുക. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് പാർക്കിംഗ് ലോട്ടിൽ നിന്ന് എടുത്തിട്ട് പോകാൻ എളുപ്പം ഉണ്ടാവുമല്ലോ. കമോൺ തരൂ, എനിക്ക് അവനൊരാൾ എടുത്ത് തരും, ഞാൻ അത് കവറിലോട്ട് വിൽക്കും. ആ അടുത്ത കവറിങ് അകത്താണല്ലോ. നമ്മുടെ ഡോൺ को पकड़ना मुश्किल नहीं है, मुमकिन है എന്ന് പറയുന്നത് ഇതുകൊണ്ടാണോ ബൂബ? റൈസ് നമ്മൾ താഴോട്ടാട്ടോ വെക്കുന്നത്. താഴെ നീക്കി വെച്ചു കിളിച്ചുമേ ചൈറ്റും താഴെ നീക്കി വെക്കാന്ന് പറയുമ്പോൾ ഓക്കെ ഗൈസ്, കാർട്ട് കൊണ്ട് വെച്ചിട്ട് കാർട്ടിട്ട് നമുക്ക് പോവാം. മൈക്കിൾസ് വരെ വന്നതാ കേട്ടോ. ഹൈ തുറക്കൂ ശേഷി. എന്നത് ഈ ബർത്ത്ഡേ പാർട്ടീസിന്റെ സാധനങ്ങളെല്ലാം കിട്ടും. ഇവിടെ മൊത്തം ക്രിസ്മസ് ഐറ്റംസ് ആട്ടോ. All trees on sale. Just $649 only. നമുക്ക് 40% ഓഫ് ഉണ്ട്. നമ്മളിങ്ങനത്തെ ചെറിയ റീത്ത് എന്തെങ്കിലും വാങ്ങിച്ചാലോ എന്നിരിക്കും നമുക്കായിട്ട്. ചെറുതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. എനിക്ക് I'll go with this. Yeah. ഞങ്ങൾ ഹോം സെൻസിൽ വന്നതാട്ടോ. ഇനി ഇവിടെ എന്തെങ്കിലും ഹാമ്പർ കൈൻഡ് ഓഫ് ക്രിസ്മസ് ഐറ്റംസ് എന്തെങ്കിലും കിട്ടിയെന്നില്ലേ എന്ന് വിചാരിച്ചിട്ടേ
അപ്പം ഞങ്ങൾ നോക്കി നടക്കാം. ഗൈസ്, ഞങ്ങൾ വേറെയും കടയിൽ കയറി. ഞങ്ങളിപ്പോൾ ഇവിടെ ഹോം സെൻസിൽ കയറിയിട്ട് മാർഷൽസിൻ്റെ അകത്ത് ഞങ്ങളിപ്പോൾ ക്യൂവിൽ നിൽക്കുക. ഒരു ലോഡ് ആൾക്കാരുണ്ട്, ഒരു ലോഡ് സാധനങ്ങളുണ്ട് ഞങ്ങളുടെ കൈ കഴിച്ചു. ഞങ്ങളാണെങ്കിൽ ചെറിയ ഏതാണെന്ന് വിചാരിച്ച് ട്രോളി ഒന്നും എടുത്തില്ല. അതെ, ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ടേ. പക്ഷേ കുറേ നോക്കിയിട്ടാണെങ്കിലും കിട്ടി. അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ ഒരു 1.5 മണിക്കൂറായി കാണും ഈ ഷോപ്പിൽ ഈസിലി അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ലൈനിൽ നിൽക്കുക. നല്ല തിരക്കുണ്ടായിരുന്നു. ക്രിസ്മസ് സെയിലും കൂടെ ആയതുകൊണ്ട് സെയിൽ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, പക്ഷെ എന്നാലും തിരക്കുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഓരോ സാധനങ്ങൾ തപ്പിപ്പറക്കി എടുക്കുന്നതിൻ്റെ തിരക്കിലായിപ്പോയി. അങ്ങനെ എനിക്ക് നല്ല ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ രാത്രി ഉറക്കമൊന്നും ശരിയായില്ല. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു യൂട്യൂബിലേക്ക് ഇടാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഞാൻ ബാക്കി ഇനി ഈ നമ്മൾ ബില്ലൊക്കെ ചെയ്ത് കാറിൽ കയറുമ്പോൾ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഗൈസ്, നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കാറിൽ കയറി ഇത് തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമുക്കൊരു എത്രയാ ഒരു 15 മിനിറ്റ്സും കൂടെ ഉള്ളൂ വീട്ടിലെത്താനായിട്ട്. വീട്ടിലെത്തിയിട്ട് വേണം ചിക്കൻ വിങ്സ് കഴിക്കാൻ. നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. ഈ സൂപ്പർ ഹംഗ്രി. നാളെ അത് എക്സ്പയർ ആവും. അപ്പോൾ അതിന് മുന്നേ നാളെ ഞങ്ങൾ വീട്ടിലും കാണില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തുനിന്നൊന്നും കഴിച്ചില്ല. വീട്ടിൽ പോയിട്ട് വിങ്സ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നാളെ നമ്മൾ ബെൽവിൽ പോവാം കേട്ടോ. ഞമ്മല്ലേ നാളെ വീട്ടിൽ കാണില്ല എന്ന് പറഞ്ഞാൽ നാളെ ബെൽവിൽ പോകുന്നതുകൊണ്ടാണ്. അപ്പം ഞാനൊരു 3 days അവിടെ ആയിരിക്കും. ഞങ്ങളുടെ ഫാമിലി അവിടെ ഉണ്ട്. അപ്പം നാളെ പോയിട്ട് കിരൺ തിരിച്ചു വരും, ഞാൻ അവിടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങിച്ചതാണ് ഇത്രയും ലേറ്റ് ആയത്. നമ്മൾ രാവിലെ വന്നതാ, തിരിച്ച് പോകുമ്പോൾ രാത്രിയായി. രാത്രി എന്ന് പറയാൻ 5:30-6 ആവുന്നതേ ഉള്ളൂ. പക്ഷേ 5:30 ആയിട്ടേ ഉള്ളൂ രാത്രിയല്ല, ഈവനിങ്. പക്ഷേ ഇരുട്ട് കണ്ടാൽ നിങ്ങളൊരു 8 മണി ആയതെന്ന് തോന്നത്തുള്ളൂ. ക്രിസ്മസ് ഗിഫ്റ്റ്സ് ഇപ്പോഴേ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ക്രിസ്മസ് ടൈമിൽ നമ്മൾ ഇനി ബെൽവിൽ പോകാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം നമ്മൾ ഹാമിൽട്ടൺ ആണല്ലോ. ഇവിടെ നിന്ന് ഒരു 2.5 മണിക്കൂറിൽ കൂടുതൽ എടുക്കും അവിടെ എത്താനായിട്ട്. സോ ആ ടൈമിൽ ചെല്ലാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇപ്പം എന്തായാലും കാണാൻ പോകാണല്ലോ. അപ്പം ക്രിസ്മസ് ഗിഫ്റ്റ്സും കൂടെ വാങ്ങിക്കാമെന്ന് വെച്ചു. അതാണ് നമ്മൾ നോക്കി ഇഷ്ടപ്പെട്ടൊക്കെ എടുക്കാൻ കുറച്ച് സമയം എടുത്തു. അതാണ് ഇത്രയും ടൈമായത്. അപ്പോൾ നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് അതുപോലെ ക്രിസ്മസ് ഗിഫ്റ്റ്സ് വാങ്ങിക്കുന്നതും എല്ലാം കൂടെ ചേർത്ത് ഈ ഷോപ്പിംഗ് ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്താ വീട്ടിലെത്തിയിട്ട് കാണിക്കണോ? ഓ ഐ സി, ഓക്കെ. ഞാൻ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ കിരണ സമ്മതിക്കത്തില്ല ഗൈസ്. അപ്പൊ നമുക്ക് ഇനി എന്താണ് കാണിക്കാനുള്ളത്? ക്രിസ്മസ് ഗിഫ്റ്റ്സ് റാപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. ശരി, അപ്പൊ ഞാൻ അതും കൂടെ എടുത്തിട്ട് ഇനി വീഡിയോന്ന് വ്ളോഗും വീഡിയോയും കൂടെ ചേർന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെയാ പറയുന്നത്. ഓക്കെ, വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ ഗൈസ്. എനിക്ക് സ്നിക്കേഴ്സ് കിട്ടിയാലേ ശരിയാവുള്ളൂ തോന്നുന്നു. എന്നിട്ട് വിശന്നിട്ടേ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പം ഫുഡ് കഴിക്കാൻ എനിക്കൊരു സമാധാനമില്ല. സോ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. ഈ സാധനങ്ങൾ 2 ട്രിപ്പായിട്ട് ഞങ്ങൾ വന്ന് എടുക്കേണ്ടി വരും കേട്ടോ. കാരണം കുറേ സാധനങ്ങൾ രാവിലെ തൊട്ട് നമ്മൾ ഓരോന്ന് വാങ്ങിക്കുന്നതിൻ്റെ കുറേ കവറുകളായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ബാക്കിൽ ശരിയാ. അപ്പോൾ നമ്മൾ ബാക്കിൽ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ബാക്ക് സൈഡ് നിർത്തുവാണെങ്കിൽ നമുക്ക് വീട്ടിലോട്ട് ഇറങ്ങാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് പോയി കാർ ഇടേണ്ടി വരും. അങ്ങനെ ഓക്കെ. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഇതാക്കുന്നില്ല, ഞാൻ നേരിട്ട് കാണിച്ചു തരാം വീഡിയോയിൽ. ഓക്കെ, നമ്മൾ വീടിൻ്റെ ഫ്ലാറ്റിൻ്റെ ഇത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ബാക്ക് സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ട് ഓരോരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്. കിരണൊരെണ്ണം കൊണ്ടുപോയി. ഇനി ഞാനൊരു പാക്കറ്റ് ഒരു കവറ്. മൊത്തത്തിൽ പ്രശ്നങ്ങളാണല്ലോ. ഓരോരോ കവറുകളായിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോവുക. ഓക്കെ, അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ചു. ഇപ്പോൾ കിരൺ കാറ് നമ്മുടെ താഴെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കാം കേട്ടോ. ഇനി ഈ സാധനങ്ങളെല്ലാം എടുത്ത് സ്റ്റോർ ചെയ്യാൻ വെക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ചിക്കൻ്റെ മണം അടിച്ചിട്ട് സഹിക്കുന്നില്ല ഗൈസ്. കണ്ടോ മോനെ ഇരിക്കുന്നു, ഇരിപ്പ് കണ്ടോ? കുറേ പീസസ് ഉണ്ട് കേട്ടോ. ഇത് എപ്പോൾ കഴിച്ച് തീർക്കുമ്പോൾ എനിക്കറിയില്ല. ഇനി ഓരോ സാധനങ്ങളോട് എടുത്ത് വെക്കട്ടെ കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, മറ്റേ ബാംബൂ ബോയ്സിലെ ആ സാധനം നല്ല വെയിറ്റാ.
അപ്പോൾ ഞങ്ങൾ റാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. കിരണാണ് അതിൻ്റെ മെയിൻ ആള്. അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിച്ച ഗിഫ്റ്റ്സ് എല്ലാം റാപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ നാളെ രാവിലത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള റാപ്പിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്, ക്രിസ്മസ് ഗിഫ്റ്റ്സ് ഒക്കെ. നെക്സ്റ്റ് ഇങ്ങനെ ഇതും സെറ്റായി ഗൈസ്, ക്ഷീണിതനായി ഗൈസ്. നടുവേദന എടുത്ത് തുടങ്ങി പാവം. എന്നാൽ കുറച്ച് റെസ്റ്റ് കൊടുത്താലോ? അല്ല റെസ്റ്റ് കൊടുത്തിട്ട് ചെയ്താൽ പോരെ? ബാക്ക് പെയിൻ എടുത്ത് തുടങ്ങി, കുറേ നേരമായിട്ട് ഇങ്ങനെ ഇരുന്ന് ചെയ്യല്ലേ. എങ്ങനെ സാധിക്കുന്നതാണ് നിന്നെ കൊണ്ടിട്ട്? പറയൂ ഞാൻ റിപ്പോർട്ടറാണ്, പറയൂ. കുനിഞ്ഞിരുന്ന് ചിരിക്കുകയാണ് ഗൈസ്, നോക്കുഞ്ഞു പോലും ഇല്ല ഗൈസ്. റാപ്പ് ചെയ്ത് വെച്ചു നമ്മുടെ ഗിഫ്റ്റ്സ്. അപ്പം ഒരെണ്ണം ഈ കവറിലോട്ട്, ഓൾറെഡി ഒരു ഗിഫ്റ്റ് അതിനകത്തുണ്ട്, ഒരെണ്ണം ഈ കവറിലോട്ട് ഇനി എടുത്ത് വെക്കണം. എല്ലാം ചെയ്തതിൻ്റെ ക്ഷീണത്തിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യണ്ടേ? ടാഗ് ഇതിലോട്ട് കെട്ടി വെക്കാം. അപ്പം നമ്മുടെ 2 പാക്കറ്റും 2 ഗിഫ്റ്റ് കവറും നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നായിരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഈ വീഡിയോ. അതുപോലെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലെന്നൊക്കെ ഉള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. ആൻഡ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബെൽ ബട്ടൺ, സൈഡിലുള്ള ബെൽ ബട്ടൺ കുത്തിപ്പൊട്ടിക്കാൻ മറക്കരുത്. സോ ദാറ്റ് നമ്മളെപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം ഒരു വീഡിയോയും മിസ്സാവാണ്ട് കാണാൻ പറ്റും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം ബോത്ത് ഓഫ് us.